ഹായ് ഫ്രണ്ട്സ്, ടെക് ആൻഡ് മൂവിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പ് യൂസേഴ്സ് എല്ലാം ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു വാട്സപ്പ് പേയ്മെൻറ്റ് ഓപ്ഷൻ. അപ്പോൾ അത് ഇന്നലെ മുതൽ വാട്സപ്പ് എല്ലാവർക്കും വേണ്ടി റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്. നിലവിൽ 40 കോടിയോളം ആൾക്കാർ ഇന്ത്യയിൽ യൂസേഴ്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ അത് 2 കോടി ആൾക്കാർക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ റോൾ ഔട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വാട്സപ്പ് പേയ്മെൻറ്റ് വഴി നമുക്ക് ഈ ഗൂഗിൾ പേ, അതുപോലെ ഫോൺ പേ, പേടിഎം പോലെ ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് പൈസ ആർക്കെങ്കിലും സെൻഡ് ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ മറ്റുള്ള പേയ്മെൻറ്റ് ആപ്പുകളെ അപേക്ഷിച്ച് വാട്സപ്പിന് എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. പക്ഷേ നമ്മൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മെസ്സേജിങ് സർവീസാണ്. അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ കോൺടാക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പൈസ അയക്കുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവർക്ക് ഒക്കെ നമുക്ക് പൈസ വളരെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് വാട്സപ്പിൽ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിൽ കാണുന്ന 3 ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സൈഡിലായിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന സ്ഥലം എടുത്തിട്ട് നമുക്ക് അവിടെ നമ്മൾ ഫയൽസൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ താഴെ കാണാൻ സാധിക്കും അവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ബാങ്കിൻ്റെ കുറേ ലിസ്റ്റ് വരും. നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാനിവിടെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ കാണിക്കും. അതായത് നിങ്ങൾ UPI അതുപോലെ തന്നെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വെരിഫൈ ചെയ്യണം. അപ്പോൾ ആ ഒരു നമ്പർ നമ്മുടെ മൊബൈലിൽ വേണം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊരു SMS അയച്ച് അവരത് വെരിഫൈ ചെയ്യും. അപ്പോൾ ഇത് വെരിഫൈ ആയെന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഫോൺ നമ്പറുമായിട്ട് ഏതൊക്കെ അക്കൗണ്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട് അക്കൗണ്ടുകളുടെയൊക്കെ ലിസ്റ്റ് വരും. നമുക്കതിൻ്റെ അത് ഏത് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് സെറ്റപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി അതിൻ്റെ അത് കാണിക്കുന്നുണ്ട് നമുക്ക് വാട്സപ്പ് വഴി നമുക്ക് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കൊരു കോൺടാക്ട്സ് എടുത്തിട്ട് നമുക്ക് പൈസ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കോൺടാക്ട്സ് എടുത്തിട്ട് നമ്മൾ ഏത് കോൺടാക്ട്സിലാണോ ഷെയർ ചെയ്യേണ്ടത് അവരുടെ ഇതിലും വാട്സപ്പ് പേയ്മെൻറ്റ് സർവീസ് ആക്റ്റീവ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അഥവാ നമുക്ക് ഇല്ലെങ്കിൽ തന്നെ വാട്സപ്പ് സർവീസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് സർവീസ് അവരുടെ ആക്റ്റീവ് അല്ലെങ്കിൽ തന്നെ നമുക്ക് UPI കോഡ് വഴിയോ അതുപോലെ തന്നെ ബാർ കോഡ് വഴിയോ നമുക്ക് പൈസ സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കാണ് നമുക്ക് പൈസ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആ കോൺടാക്ട്സ് എടുത്തിട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവർ ഓൾറെഡി ഇത് ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ഓപ്ഷൻ വരും. ഇല്ലെങ്കിൽ അവർ ആക്റ്റീവ് അല്ല എന്ന് കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് അവർക്ക് ഇൻവിറ്റേഷൻ അയക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് ഇൻവിറ്റേഷൻ അയച്ച് അവരവിടെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പൈസ സെൻഡ് ചെയ്യാം. ഇതെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു UPI ID വഴി അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആഡ് പേയ്മെൻറ്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷൻസ് വരും, സെൻഡ് UPI ID അല്ലെങ്കിൽ സ്കാൻ QR കോഡ്. അപ്പോൾ നമുക്ക് UPI ID നമുക്ക് ആർക്കാണ് പൈസ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ UPI ID അറിയാമെങ്കിൽ നമുക്ക് ID കൊടുത്ത് നമുക്ക് ബാക്കിയുള്ള UPI പേയ്മെൻറ്റ് അതേ മെത്തേഡിൽ തന്നെ സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആരുടെയും കയ്യിൽ നിന്ന് പൈസ നമുക്ക് ഇങ്ങോട്ട് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ QR കോഡ് വഴി ചെയ്യാം. അതിൻ്റെ അകത്ത് നമുക്ക് എമൗണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതാണ് വാട്സപ്പ് പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു പ്രൊസീജിയർ. ഇനി മറ്റൊരു കാര്യം, ഈ വാട്സപ്പ് പേയ്മെൻറ്റ് മെത്തേഡ് ഇത് എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളതാണ്. വാട്സപ്പ് പേയ്മെൻറ്റിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഇതിപ്പോൾ വാട്സപ്പ് ഫേസ്ബുക്കിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഫേസ്ബുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം അവർ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഇത് ICICI ബാങ്ക് വഴിയാണ് ഇത് പവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കി യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇതുപോലുള്ള എല്ലാ ആപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ സർവീസും അതുപോലെ തന്നെ സെക്യൂറാണ് ഇതും. പക്ഷേ വരുന്ന ഒരു സുരക്ഷാ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്സപ്പ് സർവീസ് അല്ലെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റ് സർവീസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. കാരണം ഇത് വളരെ പോപ്പുലറായിട്ടൊരു സോഷ്യൽ മെസ്സേജിങ് സർവീസാണ്. ഏറ്റവും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ തട്ടിപ്പിൻ്റെ പല രൂപങ്ങളും ഈ വാട്സപ്പ് വഴിയാണ് നടക്കുന്നതും. അപ്പോൾ ഇങ്ങനൊരു പേയ്മെൻറ്റ് മെത്തേഡ് അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി വളരെ ശ്രദ്ധാലു ആയിരിക്കണം ഈ വാട്സപ്പ് വഴി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. പ്രത്യേകിച്ചും ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒന്നാണ് OLX വഴി. കൂടുതലും ഈ തട്ടിപ്പുകാർ പിന്നെ വാട്സപ്പ് നമ്പർ ചോദിക്കും. എന്നിട്ട് അവർ അതിൻ്റെ അകത്ത് QR കോഡ് ഷെയർ ചെയ്തിട്ട് ഈ നമ്പർ സ്കാൻ ചെയ്യാൻ പറയും പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് ഷിപ്മെൻറ്റ് നമുക്ക് ലോട്ടറി അടിച്ച കേസ്, അതുപോലെ ചിലർ ഗിഫ്റ്റ് അയച്ച കേസ്, ഇത്തരം പ്രശ്നങ്ങളെല്ലാം കൂടുതലായിട്ടും വരുന്ന ഈ ഒരു വാട്സപ്പ് വഴിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. നമുക്ക് പൈസ റിസീവ് ചെയ്യാൻ വേണ്ടി
നമുക്ക് ഒരു QR കോഡും സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പേയ്മെൻറ്റ് വരുന്ന സ്ഥലം വേറൊരു സ്ഥലത്ത് നിന്നാൽ അതിൻ്റെ കൂട്ടുകാർ അല്ലെ ഫ്രണ്ട്സ് അവരാരെങ്കിലും ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പേയ്മെൻറ്റ് നിങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് QR കോഡ് സെൻഡ് ചെയ്ത് തരും. അത് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ പലപ്പോഴും അവർ പറയുന്നൊരു കാര്യം, ചിലപ്പോൾ ഇത് സൈറ്റ് മെഷീൻ വഴിയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് വഴിയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് കാരണം നിങ്ങൾ QR കോഡ് വരുന്നത് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് പൈസ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ QR കോഡ് സ്കാൻ ചെയ്യാതിരിക്കുക. അപ്പോൾ നോർമലായിട്ട് അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത് അവർക്ക് പൈസ കിട്ടാനുള്ള QR കോഡായിരിക്കും. നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബാക്കി പാസ്വേഡ് അടിച്ച് കഴിയുമ്പോൾ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റായി അവർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒരു തരത്തിലും ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് വഴി അല്ലെങ്കിൽ ഫോൺ പേ, ഗൂഗിൾ പേ വഴിയൊക്കെയാണെങ്കിൽ നമുക്ക് പൈസ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോൺ നമ്പർ മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് ഫോൺ നമ്പർ വഴി നമുക്ക് ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും UPI IDയോ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്സപ്പ് പേയ്മെൻറ്റ് സർവീസ് ഉപയോഗിക്കുന്നവർ ഈ ഒരു കാര്യം തീർച്ചയായും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം സൈഡിലെ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഒരു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.